നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്താളുകളിലേക്ക് പറവൂരിന്റെ മണ്ണിൽ നിന്നും വീണ്ടും ഒരു സുവർണ അധ്യായം എഴുതി ചേർക്കപ്പെടാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. അണിയറയിൽ ഒരുങ്ങുന്നത് അപൂർവമായൊരു നിയോഗമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കസേരയൊഴിഞ്ഞതോടെ അധികാരത്തിലേറിയ UDF സർക്കാരിന്റെ കന്നി ബജറ്റ് ഈ മാസം 19 നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് മറ്റാരുമല്ല, മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ്. ധനവകുപ്പിന്റെ പൂർണ്ണ ചുമതല കൂടി മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ബജറ്റ് അവതരിപ്പിക്കും. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിനു മുമ്പ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ R ശങ്കറും ഉമ്മൻചാണ്ടിയും മാത്രമാണ് മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്ന് സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. കൃത്യം 69 വർഷങ്ങൾക്ക് മുൻപ് 1957 ജൂൺ 7 C അച്യുതമേനോൻ കേരളത്തിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച അതേ ജൂൺ മാസത്തിൽ തന്നെ സംസ്ഥാനത്തിന്റെ 79ാമത് ബജറ്റുമായി മൂന്നാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി VD സതീശൻ ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ്. അതേസമയം 1972 രണ്ടാം അച്യുതമേനോൻ മന്ത്രിസഭയിൽ പറവൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധിയായി ധനമന്ത്രി പദവിയിലെത്തി തന്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ച KT ജോർജിന് ശേഷം കൃത്യം 54 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് മറ്റൊരു പറവൂരുകാരൻ ധനമന്ത്രിയുടെ വേഷത്തിൽ ഈ ബജറ്റ് പെരുമ മണ്ഡലത്തിലേക്ക് തിരികെ എത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 1972 ഫെബ്രുവരി 25 ജോർജ് തന്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചത്. 54 വർഷങ്ങൾക്ക് ശേഷം പറവൂരിൽ നിന്നുള്ള നിയമസഭാംഗമായ മുഖ്യമന്ത്രി VD സതീശൻ ഈ മാസം 19 തന്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. നാലാം കേരള നിയമസഭയിൽ കോൺഗ്രസ് കക്ഷിയുടെ ഉപനേതാവ് കൂടിയായിരുന്നു KT ജോർജ്. അദ്ദേഹം 1965, 1967, 1971 എന്നീ തിരഞ്ഞെടുപ്പുകളിൽ പറവൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കേരളത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന ബഹുമതി സതീശന് സ്വന്തമാകും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ മാത്രമാണ് സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 2016-2017 സാമ്പത്തിക വർഷത്തിലാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. അന്നത്തെ ധനമന്ത്രിയായിരുന്ന KM മാണി രാജിവെച്ചതിനെ തുടർന്ന് ഉമ്മൻചാണ്ടി ധനവകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അദ്ദേഹം ബജറ്റ് അവതാരകനായത്. 1991 K കരുണാകരൻ മന്ത്രിസഭയിൽ ധനവകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ഉമ്മൻചാണ്ടി 4 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ R ശങ്കറാണ് മുഖ്യമന്ത്രി പദവിയിലിരുന്ന് ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വ്യക്തി. 1960 പട്ടം താണുപിള്ള മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്നു ശങ്കർ. 1962 സെപ്റ്റംബറിൽ പട്ടം രാജിവെച്ചതിനെ തുടർന്ന് ശങ്കർ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1963-64, 1964-65 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ ബജറ്റ് അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയായ ശങ്കർ ആയിരുന്നു. ധനമന്ത്രി എന്ന നിലയിൽ 1960 മാർച്ച് 18 തന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ശങ്കർ പിന്നീട് ധനമന്ത്രി എന്ന നിലയിൽ 3 ബജറ്റുകളുടെ സൃഷ്ടാവായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ KG അടിയോടി, MK ഹേമചന്ദ്രൻ, S വരദരാജൻ നായർ, CV പത്മരാജൻ, K ശങ്കരനാരായണൻ, വക്കം പുരുഷോത്തമൻ എന്നിവർ ധനവകുപ്പ് കൈകാര്യം ചെയ്ത ഘട്ടങ്ങളിൽ ബജറ്റ് അവതരിപ്പിച്ചവരാണ്. ഒന്നാം EMS മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന C അച്യുതമേനോൻ സംസ്ഥാനത്തിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് 1957 ജൂൺ 7 കൃത്യം 69 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ജൂണിൽ കേരളത്തിന്റെ 79ാമത്തെ ബജറ്റാണ് VD സതീശൻ അടുത്ത വെള്ളിയാഴ്ച അവതരിപ്പിക്കുന്നത്. സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലിരുന്ന 3 ഘട്ടങ്ങളിൽ ലോക്സഭ കേരളത്തിന്റെ ബജറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. ബജറ്റിനുള്ള തയ്യാറെടുപ്പിലാണ് മുഖ്യമന്ത്രി VD സതീശൻ. വിഴിഞ്ഞത്തേക്ക് പോകുന്നില്ല, പകരം മസ്കറ്റ് ഹോട്ടലും കോവളം ഗസ്റ്റ് ഹൗസും. തീർത്തും മാറി നിൽക്കുന്നില്ലെങ്കിലും സന്ദർശകരെ ചുരുക്കി. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശന്റെ കന്നി ബജറ്റ് പണിപ്പുരയിൽ ഇതാണ് രീതി. മുൻ ധനമന്ത്രിമാർ വിഴിഞ്ഞം ഗസ്റ്റ് ഹൗസ് പോലുള്ള സ്ഥലങ്ങളിൽ സ്വസ്ഥമായിരുന്നാണ് ബജറ്റ് തയ്യാറാക്കിയിരുന്നത്. ആ മാതൃക പ്രയാസമായതിനാൽ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാൾ, മസ്കറ്റ് ഹോട്ടൽ, കോവളം ഗസ്റ്റ് ഹൗസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ചർച്ച. രാവിലെ കണ്ടോൺമെന്റ് ഹൗസിലും ഓഫീസിലും എത്തുന്നവരെ കണ്ടതിന് ശേഷം അത്യാവശ്യം പരിപാടികൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ബജറ്റ് ചർച്ചകളിലേക്ക് കടക്കും. പല ദിവസങ്ങളിലും രാവിലെ നീളുന്ന പരിപാടിയായിരുന്നുവെന്ന് ഒപ്പം ഉണ്ടായിരുന്നവർ പറയുന്നു. ബജറ്റ് തിരക്കുകളിലേക്ക് കടന്നതോടെ സന്ദർശകരെ കാണുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ 19 വരെ മുഖ്യമന്ത്രിയെ സന്ദർശകർക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ധനവകുപ്പിന്റെ ചുമതലയേറ്റത് മുതൽ തന്നെ മുഖ്യമന്ത്രി ബജറ്റ് തയ്യാറാക്കൽ സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടന്നിരുന്നു. സമയം കിട്ടുന്നതിനനുസരിച്ച് ചർച്ചകളും വിഷയ വിദഗ്ധരിൽ നിന്ന് അഭിപ്രായം സമാഹരിക്കുക എന്ന പ്രക്രിയയുമാണ് നടത്തിയിരുന്നത്. രാത്രി വൈകിയും കൂടുതൽ സമയം കണ്ടെത്തിയുമാണ് ബജറ്റ് ഒരുക്കൽ നടക്കുന്നത്. ഞായറാഴ്ചകളിലെ മണ്ഡല സന്ദർശനവും ഒഴിവാക്കിയില്ല. വിവിധ വ്യവസായ മേഖലകളിൽ നിന്നുള്ളവർ, തൊഴിലാളി, കർഷക, വിദ്യാർത്ഥി സംഘടനകൾ, ആശാവർക്കർമാർ ഉൾപ്പെടെ വനിതാ സംഘടനാ നേതാക്കൾ, പ്രമുഖ വ്യവസായികൾ, വിവിധ വകുപ്പുകളുടെ സെക്രട്ടറി തല ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയാണ് അഭിപ്രായ സമാഹരണം നടത്തിയിരിക്കുന്നത്. സഹാനുഭൂതിയിലൂന്നിയ സദ്ഭരണം എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയ ബജറ്റാണ് ഇക്കുറി ലക്ഷ്യമിടുന്നത്. രാജ്യാന്തര വികസന കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നതാവും ബജറ്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള വകയിരുത്തലും ബജറ്റിലുണ്ടാവും. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്കാവും ബജറ്റിൽ മുൻതൂക്കമെന്നാണ് സൂചന. കിഫ്ബി പൊളിച്ചെടുത്ത് പ്രധാന ലക്ഷ്യമാണ്. കേന്ദ്ര ഗ്രാന്റ് കണക്കുകൂട്ടി പ്ലാൻ തയ്യാറാക്കുകയും കേന്ദ്ര സഹായം കിട്ടാതെ വരികയും ചെയ്തതോടെ പ്ലാൻ നടപ്പാക്കാനുള്ള അധിക ഫണ്ട് കണ്ടെത്തുകയെന്ന കടുത്ത വെല്ലുവിളിയാണ് പുതിയ സർക്കാരിനും ധനമന്ത്രിക്കും മുന്നിലുള്ളത്.